ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ്, എന്താണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതിൻ്റെ പർപ്പസ്, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ടോ, അവരെങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്, ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ച ശേഷം മാത്രം ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപായിട്ട് അതിലും ഒരു ബാക്ക് ഹിസ്റ്ററി ആയിട്ട് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള വ്യക്തികൾ തന്നെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികളും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉള്ളവരുണ്ടെങ്കിൽ തന്നെ അത് കുറഞ്ഞൊരു ശതമാനമായിരിക്കും. കൂടുതലായിട്ടും നമ്മളിവിടെ നോക്കുമ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സിംഗിളായിട്ടുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾ മാരേജ് എല്ലാം ആഗ്രഹിച്ചിട്ട് ആ ഒരു തരത്തിൽ ഒന്നാവണം എന്ന് കരുതി മുന്നോട്ട് പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി സിംഗിൾ, മറ്റു വ്യക്തി കമ്മിറ്റഡ്, ആ ഒരു തരത്തിലാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നൊരു ടൈം തൊട്ട് നിങ്ങളുടെ ഉള്ളിലൊരു സ്ട്രൈക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അതായത് ഇപ്പോൾ ഇവർ വരുന്നത് വരെ നിങ്ങളുടെ ലൈഫിൽ ആരാണ് മുൻപന്തിയിൽ നിന്നിരുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് നിങ്ങൾ കൂടുതൽ സ്നേഹം കൊടുത്തിരുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനാവാം, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആവാം. നിങ്ങളുടെ മനസ്സിന് ആ ഒരു പ്രഥമ പരിഗണന കൊടുത്തിരുന്നത്, അതുവരെ കൊടുത്തിരുന്ന വ്യക്തി പിന്തള്ളപ്പെട്ട് ഇവർ തന്നെ മുന്നിലേക്ക് പോയിട്ടുണ്ടാവാം. അതായത് അത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു പേഴ്സണ് വളരെ ചുരുങ്ങിയ നാട് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുത്തിട്ടുണ്ടായ ഒരു റിലേഷൻഷിപ്പ് അല്ല. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രണ്ടായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതെങ്കിലും ഇവർ നിങ്ങളുടെ പ്രിയപ്പെട്ടതായി മാറാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നിട്ടില്ല. വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പോൾ നിസ്സാരമായിട്ടുള്ള മാസങ്ങളുടെ അടുപ്പമാണെങ്കിൽ പോലും ഒരുപാട് വർഷം പരിചയമുള്ള വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് ഇതിന് മുൻപ് എവിടെയോ കണ്ടു മറന്ന മുഖം എന്നൊക്കെ പറയുന്ന പോലെ നല്ല രീതിയിൽ ഉള്ള ഒരു പരിചയം അല്ലെങ്കിൽ ഒരു കാലപ്പഴക്കം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങളിതിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വെറുതെ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രീംസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിക്കും, രണ്ടു പേർക്കും. അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കുട്ടികളും കുടുംബമൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ആഗ്രഹം നിങ്ങളെ വല്ലാതെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, നിങ്ങളൊരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അതിന് അനുവദിക്കുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പരിതസ്ഥിതികൾ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുൻപിൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ആ ഒരു ഗിവിങ് ബർത്ത് ടു അനദർ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത്രയധികം ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു പൈങ്കിളി ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത്രയും ഡെപ്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ആഴം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്നേഹമായിക്കോട്ടെ, ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ആയിക്കോട്ടെ, ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മറ്റാർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല.
അപ്പോൾ നിങ്ങൾക്കേ അറിയുള്ളൂ ഈ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്, എത്രയധികം പ്രിയപ്പെട്ടതാണ് ഈ ഒരു വ്യക്തി എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയായിരിക്കും. അതായത് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാലും അവർക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ ബേർഡൻ ചുമന്ന് നടക്കേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴുള്ള ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹവും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല. കാരണം അവരിപ്പോൾ റെസ്റ്റിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആക്ഷൻസ് ഒന്നും എടുക്കാതെ ആ ഒരു വ്യക്തി മാറി നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കൈനിറച്ചൊരു സ്നേഹം തരികയും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കിപ്പോൾ ഒന്നും നിങ്ങളോട് പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം മുഴുവൻ മനസ്സിലൊതുക്കി മുന്നോട്ട് പോകേണ്ടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള ആ ഒരു വ്യക്തിയുമായിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലുന്നതിന് തുല്യമായിരിക്കാം. കാരണം അത്രയധികം ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് എല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കിതൊന്നും എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് പറയാനോ പോലും ചിലപ്പോൾ ആരും ഉണ്ടാവണമെന്നില്ല. അത്രത്തോളം ഈ ഒരു പെയിൻ ആൻഡ് സഫറിങ്സ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയധികം ടെൻഷൻ അടിച്ച് ചിലപ്പോൾ ഏതെങ്കിലും രോഗങ്ങൾ വരെ നിങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടാവാം. കാരണം അത്രയധികം നിങ്ങളുടെ ഒരു പ്രാണൻ പറിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണോ ആ ഒരു തരത്തിലാണ് ഈ ഒരു പേഴ്സണിൽ നിന്നുള്ള ഒരു അകൽച്ച, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ. അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി വെച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലി ഉണ്ടായിട്ടുള്ളൊരു സംഭവമല്ല. ഓൾ ഓഫ് എ സഡൻ എന്ന് പറയുന്നത് പോലെ വളരെ പെട്ടെന്നായിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവുക. നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപെന്ന് പറയുന്ന പോലെ ആ ഒരു തരത്തിലായിരിക്കണം ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവുന്നത്. മേ ബി ഈ ഒരു വ്യക്തി ചിലപ്പോൾ അതിനുശേഷം നിങ്ങളോട് സംസാരിക്കാനേ വന്നിട്ടുണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഒരു നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കാം. ഒരു അഡ്രസ്സും ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇവരെ സോഷ്യൽ മീഡിയാസിലോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തോ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അവരെ നിങ്ങൾക്ക് കിട്ടണം എന്ന് പോലുമില്ല. ഇനിയിപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജോ കാര്യങ്ങളോ സീൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുന്നത്. അതായത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു വ്യക്തി മനഃപൂർവ്വം അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന ഒരു പേഴ്സണല്ല. അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു നിർബന്ധിതമായ ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ്. നമ്മളിവിടെ കണ്ടിരിക്കുന്ന ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു 2 of Swordsൻ്റെ എനർജി. അതുപോലെ 2 കാക്കകൾ അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് കൊത്തി വലിക്കുന്ന ആ ഒരു എനർജിയാണ്. അപ്പോൾ അത്രയധികം ഒരു സ്ട്രെസ്, അല്ലെങ്കിൽ ജീവിതത്തിൽ അത്രയധികം ഒരു പിരിമുറുക്കം നേരിടേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തേ മതിയാവൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവരുടെ മനസ്സോടുകൂടി അല്ലെങ്കിൽ മാറി നിന്നേക്കാം എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് മാറിപ്പോയിട്ടുള്ളൊരു പേഴ്സണാണ്. അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് സംഭവിച്ച സത്യാവസ്ഥ എന്ന് പോലും നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നതിന് മുൻപ് തന്നെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കോൺടാക്റ്റും എല്ലാം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു കാരണം എന്താണ്, അല്ലെങ്കിൽ എന്ത് മുഖാന്തരമാണ് ആ ഒരു പേഴ്സൺ ഇങ്ങനെ മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നൊരു കാര്യമായിരിക്കും. അതിനകത്ത് വന്നിട്ടുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ടാവാം. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവരെ നിങ്ങളിൽ നിന്ന് അകറ്റിയ ആ ഒരു ഫാക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആ ഒരു ഫാക്ടർ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അലട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവാം. എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അവർ വിട്ടു പോവില്ല, മാക്സിമം പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അഷുറൻസിൻ്റെ മുകളിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് തന്നെ അകന്ന് പോയിട്ടുണ്ട്. അവർക്ക് ആ ഒരു പറഞ്ഞ വാക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജിയുള്ള വ്യക്തിയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവർ ചീറ്റ് ചെയ്ത് പോയിരുന്നോ എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അവരുടെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലും ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല ഈ ഒരു റീഡിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം, നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യം കൊണ്ട്
അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇനി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയുള്ള പേഴ്സൺസാണ് ഇതിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും നിങ്ങളുടെ സാഹചര്യം ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീഷണി നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കേസ് മുതലായ കാര്യങ്ങളായിരിക്കാം. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഏതോ ഒരു ചുറ്റുപാടിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതൊക്കെയോ തരത്തിലുള്ള മിസ്റ്ററീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരു സമയം മുതൽ നിങ്ങൾ തന്നെ ഊഹിച്ചു നോക്കുന്നുണ്ടാവും എന്തായിരിക്കും അതിൻ്റെ ഒരു റീസൺ എന്ന്. പല ആംഗിളുകളിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും. എന്നാലും ഇത്രയും നാൾ പിടിച്ചു നിന്ന് ഈ ഒരു പേഴ്സണ് പെട്ടെന്ന് ഇങ്ങനെ പോകാൻ മാത്രം എന്തുണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ യാതൊരു അറിവും ഉണ്ടാവില്ല. കാരണം അവരൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏകദേശം തരാനായിട്ടുള്ള സാധ്യത. ഒരുപക്ഷെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു വലിയൊരു പാസ്റ്റ് ലൈഫ് ട്രോമ അനുഭവിച്ച്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് പീഡനം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വേദനയൊക്കെ അനുഭവിച്ച് അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ഒരു സമയത്തായിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവർ കടന്നു വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അത്രയും വലിയൊരു ട്രോമ സഹിച്ച് വന്നതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലും കടന്നു വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ചതിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു പേഴ്സൺ ആയിരിക്കണേന്ന് ചിലരെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അതിന് ശേഷമായിരിക്കാം ഈ ഒരു പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടുന്നതും. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു തരത്തിൽ ഒരാൾക്കും ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു സാധാരണ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള അനുഭവമുള്ള കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഭഗവാൻ തന്ന, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണെന്നുള്ളൊരു തിരിച്ചറിവായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലില്ല, അല്ലെങ്കിൽ മറ്റാരൊക്കെയോ കാരണം, അല്ലെങ്കിൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം ഇവർ അകന്നു പോയി, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ അനുഭവിക്കാത്ത ആ ഒരു ട്രോമയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും നിങ്ങൾ ഇതുപോലെ വിചാരിച്ചിട്ടുണ്ടാവാം, ഈ തന്ന് ഇത്രയും സ്നേഹവും താല്പര്യമൊക്കെ ആയിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളെ മോഹിപ്പിച്ച ശേഷം എന്തിനവരെ തിരിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് എവിടെയാണ് പോയിരിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ മനസ്സ് മുഴുവൻ നിങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഈ ഒരു വ്യക്തി മറ്റൊരാളോടൊപ്പമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സൺ ഇവരുടെ ലൈഫിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. അത്രത്തോളം നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പേഴ്സണായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളല്ല, രണ്ട് പേർക്കും ആ ഒരു പൊസസീവ്നെസ്സും കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ രണ്ട് പേരും നിങ്ങൾ പരസ്പരം മറ്റാരുടേതുമായി തീരരുത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം കുറച്ച് സമയമെടുക്കും. നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ ആയിക്കോട്ടെ, ആ ഒരു റീകൺസിലിയേഷന് നിങ്ങൾക്കൊരു സമയം വേണം. ആ ഒരു വ്യക്തിക്കാണ് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് അറിയുന്നത്. കാരണം നിങ്ങളിവിടെ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇന്ന് വരും നാളെ വരുമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്. പക്ഷേ എപ്പോഴാണ് ഇതിലേക്ക് വരാൻ കഴിയുക, അല്ലെങ്കിൽ അതിനൊരു സന്ദർഭം ഒരുങ്ങുക എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് മൈൻഡ് ടോട്ടലി ബ്ലാങ്ക് ആണ്. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എത്രയും വേഗം ആ ഒരു വരവെളുപ്പത്തിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു തടസ്സം മാറ്റിത്തരണേന്നേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ അവർക്കറിയാം എപ്പോഴാണ് നിങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. ഇപ്പം ഞാൻ കറൻ്റ്ലി ഈ ഒരു വോയിസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇതുവരെ ഈ ഒരു വോയിസിനകത്ത് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടായിരുന്നില്ല. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ആ ഒരു നോയ്സ് എന്ന് പറയുന്നത് മഴയുടെയാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാര്യത്തിനുള്ള ഒരു മറുപടി എന്നോണമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഫീൽ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പറയുക, അപ്പോഴൊക്കെ നമുക്ക് പ്രകൃതി ആ ഒരു യൂണിവേഴ്സ് തരുന്ന ചില സൂചനയാണ് പല കാര്യങ്ങളും. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ആ ഒരു ജേണി, നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു സോൾ ജേണിയിൽ ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു മാറി നിൽക്കുന്ന അവസ്ഥ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല,
ഇതിനൊരു മറുപുറമുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ അനുഭവിക്കുന്ന അതേ വിഷമം അനുഭവിക്കുന്നുണ്ട്, അതേ സ്ട്രെയിൻ അവർക്കുണ്ടാവുന്നുണ്ട്. അവരും അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാവാം. ആരുടെ ഒപ്പം ആണെന്നുണ്ടെങ്കിലും അവിടെ ജീവിച്ചു പോകുന്നുണ്ടാവാം, അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ടാവാം, അവർ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉള്ള പേഴ്സൺ ആണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ചെയ്തു പോകുന്നുണ്ടെങ്കിലും അത് യാന്ത്രികമായിട്ടായിരിക്കും. അവരുടെ മനസ്സുകൊണ്ട് അവരെപ്പോഴും നിങ്ങളുടെ ഒപ്പമാണ്, അല്ലെങ്കിൽ ഈ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ ഒരു തീവ്രത എന്ന് പറയുന്നത് എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടെന്നൊരാവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നേക്കുമായിട്ട് സെപ്പറേറ്റ് ആയിപ്പോയി, ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതേണ്ട കാര്യമില്ല. കാരണം ഇവർ നിങ്ങൾക്കുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ കടന്നു വരും. അത് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജി പോലും നമുക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് 2 മീനുകളിലൂടെയാണ്. 2 മീനാണ് ഇവിടുത്തെ ആ ഒരു 2 ഓഫ് കപ്സ് ആയിട്ട് കാണിക്കുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറും തമ്മിലുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മനുഷ്യ ശരീരം പോലും ആവശ്യമില്ല. അത് എവിടെ ഒരു മീനായിട്ടാണ് ജനിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാനായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ആ നമ്മളുടേതായിട്ടുള്ള ആ ഒരു പെയർ നമ്മൾ തന്നെ തിരിച്ചറിയണത്. അത് നമ്മളുടെ ഫിസിക്കലിയുള്ള ഒരു കാര്യമല്ല, സോൾ വൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ പെയർ അതാണ്, അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ എനിക്കൊരു പൂർണ്ണതയുള്ളൂ എന്ന് നമുക്ക് ഒരാളോടെ പറയാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരാളോടെ നമുക്ക് ആ ഒരു ഫീലിംഗ് തോന്നുള്ളൂ. നമ്മുടെ ലൈഫിൽ ഇഷ്ടംപോലെ റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്ട്രൈക്ക് വരുന്ന ആ ഒരു പേഴ്സൺ അത് ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ അത് അവർക്ക് നിങ്ങളും നിങ്ങൾക്ക് അവരുമാണ്. അപ്പോൾ ഏത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കട്ട് ഓഫ് ചെയ്ത് കളയാനായിട്ട് ഒരാൾക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് തമ്മിൽ അകലേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊരിക്കലും അവരുടെ മിടുക്കാണെന്ന് നിങ്ങൾ ധരിക്കരുത്. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി വന്നതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുന്നു എന്നുള്ളതല്ല. ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഞാൻ പറയാതെ അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ റീഡിങ്സ് ഒക്കെ കാണുന്നതിന് വളരെ മുൻപേ അറിഞ്ഞിട്ടുണ്ടാവും, അവരുമായിട്ട് സാധാരണ ഒരു വ്യക്തിയോടുള്ള ബന്ധമല്ല നിങ്ങൾക്കുള്ളത്. എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കേവലം നമ്മളുടെ ശരീരത്തിനപ്പുറമായിട്ട് എന്തൊക്കെയോ ഒരു കണക്ഷൻ ആ ഒരു പേഴ്സണുമായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വളരെ മുൻപേ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. നിങ്ങളും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ സറൗണ്ട് ചെയ്ത് ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള വ്യക്തികളും ഉണ്ടാവാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ചില കാര്യങ്ങൾ ഇനിയും ഭൂമിയിൽ നടക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഈ ഒരു സെപ്പറേഷന് ശേഷം ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അതിനകത്ത് വളരെ ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പല സമയങ്ങളിൽ നിങ്ങൾ നിരാശയിലേക്ക് പോയിട്ടുണ്ടാവാം. കാരണം നമ്മൾക്ക് ആർക്കും നമ്മളുടെ ഒരു പാസ്റ്റോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. നമ്മൾ അവിടെ ആ ഒരു സോൾ കോൺട്രാക്റ്റ് എന്ന് പറയും, അതെന്താണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന സോൾ കോൺട്രാക്റ്റ് എന്നുള്ളതും നമുക്കറിയില്ല. നമ്മൾ ഇതെല്ലാം എഗ്രി ചെയ്തിട്ടാണ് ഭൂമിയിലേക്ക് പോന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ടോട്ടലി അൺനോൺ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ ഈ വേദനകൾ കാര്യങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഒരിക്കലും എഗ്രി ചെയ്ത കാര്യമാണെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. പക്ഷെ നമ്മൾക്ക് ആ ഒരു പെയിൻ സഹിക്കും തോറും നമ്മൾ അതിലൂടെ മറ്റൊരു തരത്തിലേക്ക് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ ചിലപ്പോൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു കോൺടാക്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവരെന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ അറിയാതെ ആയിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി ഇതോർത്ത് വിഷമിക്കുന്നുണ്ടാവാം. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾ എന്താണോ ഇപ്പോൾ നിങ്ങൾക്കുള്ള കർമ്മം അത് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ തട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്നൊരു സംഭവമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ആ ഒരു റീഡിങ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ ക്ലൂസ് അങ്ങനെയുള്ള ഒരു കാര്യം എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനകത്തുള്ള ഓരോ വാക്കും ഓരോ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുമായിട്ട് ഇത് എത്രത്തോളം റെസനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യുക. ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ള അല്ലെങ്കിൽ എന്താ പറയുന്ന ആ ഒരു ഡിവൈൻ്റെ അനുഗ്രഹമുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.